ഹലോ സ്റ്റുഡൻസ്, ഞാൻ സ്വാതി കൃഷ്ണ, ഗവൺമെൻറ് ഐ ടി മലമ്പുഴയിലെ സർവേ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. 4th സെമസ്റ്ററിലെ ITS സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ട്രാൻസ്മിഷൻ ലൈൻ സർവേ എന്നതാണ് ചാപ്റ്ററിൻ്റെ നെയിം. ഈ ട്രാൻസ്മിഷൻ ലൈൻ സർവേ എന്നുള്ളത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. അതിനെ ഞാനപ്പോൾ ഓരോ പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 1 ആണ്. പാർട്ട് 1-ൽ മുമ്പ് റെയിൽവേ ലൈൻ സർവേ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബേസിക് ടേംസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ സർവേ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ടേംസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഓരോന്നിൻ്റെയും യൂണിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ട്രാൻസ്മിഷൻ ലൈൻ സർവേയിൽ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് എനർജിയുടെ ട്രാൻസ്മിഷനാണ്. ഇലക്ട്രിക് എനർജി കടത്തിവിടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പിക്ക് കൊടുക്കാൻ കാരണം. അപ്പോൾ ട്രാൻസ്മിഷൻ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ എന്താണെന്ന് അറിയാത്ത, ഇപ്പോൾ സർവേ ഫീൽഡിലാണ് നമ്മളിപ്പോൾ ട്രാൻസ്മിഷൻ വന്നിരിക്കുന്നത്. പക്ഷേ സർവേ എന്നുള്ള ടോപ്പിക്ക് ഈ ട്രാൻസ്മിഷനിൽ വളരെ കുറവാണ്. 2-3 പോയിന്റുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന പോലെയാണ് നമ്മൾ സർവേക്കാർക്ക് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിക്ക് കൊടുത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എന്താണെന്നും അതെന്താ ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് ആദ്യം നോക്കാം. Transmission lines are sets of wires called conductors that carry electric power from generating plant to the substation that deliver power to customer. അതായത് ട്രാൻസ്മിഷൻ ലൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനറേറ്റിംഗ് ഫേമിൽ നിന്നും നമ്മൾ ഇലക്ട്രിക് എനർജി ഉണ്ടാക്കുന്നു. ആ ഇലക്ട്രിക് എനർജി ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു ട്രാൻസ്ഫോമർ വഴി നമുക്ക് മറ്റൊരു സബ്സ്റ്റേഷനിലേക്ക് എനർജീനെ, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ എനർജീനെ അങ്ങോട്ടേക്ക് എത്തിക്കണം. എനർജി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒരു സബ്സ്റ്റേഷനിലേക്ക് ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് എത്തിക്കണം. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലൈൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് വയേഴ്സാണ് ഈ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്മിഷൻ ലൈൻ വഴി ജനറേറ്റിംഗ് പ്ലാന്റിൽ നിന്നും ട്രാൻസ്മിഷൻ ലൈൻ വഴി സബ്സ്റ്റേഷനിലേക്ക് എത്തുകയും സബ്സ്റ്റേഷനിൽ നിന്നും മറ്റുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് വഴിയാണ് നമ്മളെ വീടുകളിലേക്കോ ഇൻഡസ്ട്രിയൽസിലോ അങ്ങനെയുള്ള ഓരോ സെക്ഷനിലേക്കും വൈദ്യുതി എത്തുന്നത്. അപ്പോൾ അതാണ് ട്രാൻസ്മിഷൻ ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പോയിൻ്റ് ഇട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് പോലെയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഷോർട്ട് നോട്ടായിട്ട് ഈസി ആയിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പോയിൻ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, നമ്മളിപ്പോൾ ഒരു ജനറേറ്റിംഗ് പ്ലാന്റിൽ നിന്നും ഇലക്ട്രിക് എനർജി ഉണ്ടാവുന്ന സമയത്ത് വളരെയധികം, നമ്മൾ സാധാരണ വീട്ടിലേക്ക് വരുന്ന ഒരു വോൾട്ടേജ് പോലെ ആയിരിക്കില്ല, ഹൈ തൗസൻഡ്സ് ഓഫ് വോൾട്ടിലായിരിക്കും ആ എനർജി അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ജനറേറ്റിംഗ് പ്ലാന്റിൽ നിന്നും ഒരു ട്രാൻസ്ഫോമർ വഴി എനർജിയെ ഒരു ട്രാൻസ്ഫോമർ വഴിയാണ് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് എത്തിക്കുന്നത്. അതാണ് ഫസ്റ്റിലെ കാര്യം. രണ്ടാമത്തേത്, നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ രീതിയിലുള്ള എനർജി ആയിരിക്കും നമ്മൾക്ക് അത് ജനറേറ്റ് ചെയ്യുമ്പോഴും അത് പാസ് ചെയ്ത് പോകുമ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് അത്രയധികം എനർജീൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ പവർ കുറയ്ക്കാൻ, അതിൻ്റെ വോൾട്ടേജ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഹയർ വോൾട്ടേജിൽ നിന്നും ലോവർ വോൾട്ടേജിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ സബ്സ്റ്റേഷനിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ ലൈന് വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കോ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിൽ വോൾട്ടേജ് അധികം വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൈ വോൾട്ടേജിനെ ലോവർ വോൾട്ടേജിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരിതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോമറിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിലേക്ക് എത്തുന്നു. ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിൽ നിന്നാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽസിലേക്കോ അല്ലെങ്കിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിലേക്കോ ഇലക്ട്രിസിറ്റി എത്തുന്നത്. അടുത്തൊരു പോയിൻ്റാണ് ഈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ സ്ട്രക്ചർ യൂസ്ഡ് ഫോർ എനി പ്രോജക്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ റൂട്ട് ഇൻക്ലൂഡിങ് ടെറൈൻ ആൻഡ് എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ ഈ ട്രാൻസ്മിഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, മുമ്പ് നമ്മൾ കണ്ട ആ ചിത്രത്തിലെ ട്രാൻസ്മിഷൻ സ്ട്രക്ചർ ഇപ്പോൾ ഒരു സ്റ്റീൽ ഫ്രെയിമിലുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ട്രാൻസ്മിഷൻ ലൈനിനും
ചിലപ്പോൾ ഓരോരോ സ്ട്രക്ചേഴ്സിലായിരിക്കും നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് ഏത് രീതിയിലുള്ള ഏത് ടൈപ്പിലുള്ളത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസ്മിഷൻ ലൈന് പോകുന്ന റൂട്ട് ഏതാണ്, അല്ലെങ്കിൽ അവിടുത്തെ ടോപ്പോഗ്രഫി ടെറൈൻ എങ്ങനെയാണ്, അതിനടുത്തുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് അടുത്തുള്ളത് എന്നതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഏത് രീതിയിലുള്ള ട്രാൻസ്മിഷൻ സ്ട്രക്ചറാണ് അവിടേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ട്രാൻസ്മിഷൻ ലൈനെ 3 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, സെക്കൻഡ് വൺ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ, തേർഡ് വൺ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. ഇതിലെ ലെങ്ത്തിനനുസരിച്ചാണ് ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് 80 കിലോമീറ്റർ വരെ ആയിരിക്കും. മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൽ 80 മുതൽ 120 കിലോമീറ്റർ വരെ ആയിരിക്കും. ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ 120 കിലോമീറ്ററിൽ കൂടുതലായിരിക്കും. ഇനി അടുത്തത് ഒരു പിക്ക് തന്നിട്ടുണ്ട്. ട്രാൻസ്മിഷൻ പവറിനെ കുറിച്ചിട്ടുള്ള പിക്കാണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് എ എന്നുള്ള മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ജനറേഷനാണ്. ജനറേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഏത് രീതിയിലുള്ള പവർ ആയിരിക്കട്ടെ അതിൻ്റെ ജനറേഷൻ. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഇലക്ട്രിക് എനർജീൻ്റെ ജനറേഷൻ നടക്കുന്നു, അതാണ് പവർ സ്റ്റേഷൻ. അവിടെ നിന്നും ഒരു പവർ ട്രാൻസ്ഫോമറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതിനെ നമ്മൾ ട്രാൻസ്മിഷൻ ലൈനുകളിലേക്ക് എത്തിക്കുന്നു. ആ ട്രാൻസ്മിഷൻ ലൈനിൽ നിന്നും നേരെ എത്തുന്നത് ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് ചെറിയൊരു ഡിസ്ട്രിബ്യൂഷൻ വഴി പിന്നെയും ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനിലേക്ക് എത്തുന്നു. ആ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനിൽ നിന്നാണ് പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഏതെങ്കിലും കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ റീജിയനിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്കോ ഇലക്ട്രിസിറ്റി എത്തുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ബേസിക് ടേമിലേക്ക് കിടക്കുകയാണ്. ബേസിക് ടേമിൽ പറയുന്നത് ഇപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും യൂണിറ്റുകളെ കുറിച്ച്, അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ കുറിച്ചും അതിൽ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഈ ബേസിക് ടേംസിൽ വരുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ആക്സസ് എന്താണെന്നാണ്. ദ കോൺട്രാക്ടർ റൈറ്റ് ടു യൂസ് ആൻ ഇലക്ട്രിക്കൽ സിസ്റ്റം ടു ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ എനർജി. ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശിക്കുക അല്ലെങ്കിൽ പ്രവേശം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റൈറ്റ്, അങ്ങനെയൊക്കെയാണ് ഈ ആക്സസിൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആക്സസ് എന്ന വാക്കിൻ്റെ ഡെഫിനീഷനായിട്ട് അല്ലെങ്കിൽ മീനിങ് ആയിട്ട് ഇവിടെ പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ എനർജിയെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നമ്മുടെ അവകാശമാണ് ഇവിടെ ആക്സസ് ആയിട്ട് പറയുന്നത്. ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നമ്മുടെ റൈറ്റാണ് ഇവിടെ ആക്സസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെയാണ് ആക്സസ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഇതിനെ ആക്സസ് റൂട്ട്സ് എന്നോ അല്ലെങ്കിൽ ആക്സസ് റോഡ് എന്നോ നമുക്ക് പറയാം. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ടു ട്രാൻസ്മിഷൻ സ്ട്രക്ചേഴ്സ് ഫോർ ബോത്ത് ലൈൻ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആർ നോർമലി റിക്വയർഡ് ആൻഡ് മേ ബി paved or gravelled. Vegetation clearing and recontouring of land may be required for access road construction. Additional temporary roads may also be needed during the construction and decommissioning phases of a transmission line project. ഇവിടെ ആക്സസ് റൂട്ടിൽ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രാൻസ്മിഷൻ സ്ട്രക്ചർ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യുമ്പോൾ ആ സ്ഥലത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ട്രാൻസ്മിഷൻ സ്ട്രക്ചറിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു റോഡ് നിർമ്മിക്കുന്നു. ആ ഒരു പാത്ത് ഒന്നില്ലെങ്കിൽ പേവ്ഡ് ആവാം അല്ലെങ്കിൽ ഗ്രാവൽഡ് ആവാം. നമ്മൾ ആ പേവ്ഡും ഗ്രാവൽഡും അവിടുത്തെ ടെറൈൻ്റെയും അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ സ്ട്രക്ചർ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ സ്ട്രക്ചർ നല്ല രീതിയിൽ അവർ സ്റ്റേബിളായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടുത്തെ വെജിറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യും. വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചെടി, പുല്ല് അല്ലെങ്കിൽ മരങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു റൂട്ട്, ട്രാൻസ്മിഷൻ ലൈൻ പോകുന്ന ആ ഒരു റൂട്ടിലുള്ള കംപ്ലീറ്റ് വെജിറ്റേഷൻ നമ്മൾ ക്ലിയർ ചെയ്യുന്നു. പിന്നീട് നമുക്ക് ആവശ്യമെങ്കിൽ അവിടുത്തെ ആ ലാൻഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് റീകോണ്ടൂറിങ് നമ്മൾ ചെയ്യാൻ
നിർബന്ധിതരാകുന്നു. അതിനുശേഷം ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീടാണ് നമ്മൾ അതിൻ്റെ ആക്സസ് റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഈ ആക്സസ് റോഡ് കൺസ്ട്രക്ഷനാണ് ഈ ആക്സസ് റൂട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഈ ആക്സസ് റോഡ് എന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ട്രാൻസ്മിഷൻ ലൈൻ സ്ട്രക്ചർ കിട്ടുന്നത് അവിടേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന ഒരു പാത്ത്. അത് പേവ്ഡ് ആവാം, ഗ്രാവൽഡ് ആവാം. അത് ചെയ്യുന്ന സമയത്ത് വെജിറ്റേഷൻ ക്ലിയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ റീകോണ്ടൂറിങ്ങും ചെയ്യുന്നു. ഈ ആക്സസ് റോഡ് അല്ലാണ്ട് അഡീഷണൽ ടെമ്പററി റോഡ് കൂടെ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും കേസിൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ ട്രാൻസ്മിഷൻ ലൈൻ പ്രോജക്റ്റിൻ്റെ ഡീകമ്മീഷനിങ് ഫേസിലോ, ഡീകമ്മീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് തുടങ്ങുന്ന ആ സമയത്തോ എന്തെങ്കിലും ചാൻസസിൽ നമുക്ക് എക്സ്ട്രാ ഒരു റോഡ് വേണമെന്നുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് അഡീഷണൽ ടെമ്പററി റോഡ്സ് ആയിട്ട് വരുന്നത്. മെയിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്സസ് റൂട്ട് അല്ലെങ്കിൽ ആക്സസ് റോഡിനെ കുറിച്ചാണ്. അടുത്തതാണ് ആംപിയർ. ആംപിയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംപിയർ എന്ന് പറയുന്നത്. അതായത് SI സിസ്റ്റം, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പ്രകാരം ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംപിയർ എന്ന് പറയുന്നത്. അടുത്തതാണ് കപ്പാസിറ്റി. ദ ലോഡ് ക്യാരിയിങ് എബിലിറ്റി എക്സ്പ്രസ്ഡ് ഇൻ മെഗാവാട്ട്സ് ഓഫ് ജനറേഷൻ, ട്രാൻസ്മിഷൻ ഓർ അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെയും ജനറേഷനോ ട്രാൻസ്മിഷനോ, അതായത് നമ്മളിപ്പോൾ കപ്പാസിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൽ എത്രത്തോളം നമുക്കൊരു സാധനം ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റോ എടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ ലോഡ് ക്യാരി ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് മെഗാവാട്ട്സിലാണ്. ഇലക്ട്രിസിറ്റി ആയതുകൊണ്ടാണ് അതിനെ മെഗാവാട്ടിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്തതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എ പാത്ത് ഓഫ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ വയേഴ്സ് ദാറ്റ് ആൻ ഇലക്ട്രിക്കൽ കറൻറ്റ് ഫ്ലോസ്. ഒരു ഇലക്ട്രിക്കൽ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പാത്താണ് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ സർക്യൂട്ടിൽ നമ്മൾ കണ്ടക്ടേഴ്സായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വയേഴ്സാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജി കൊണ്ടുപോകുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വയേഴ്സാണ്. അടുത്തതാണ് കണ്ടക്ടേഴ്സ് എന്താണെന്ന്. കണ്ടക്ടേഴ്സ് എന്ന് സിമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എനർജി ഫോമിനെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന വസ്തുവിനെയാണ് നമ്മളെപ്പോഴും കണ്ടക്ടർ എന്ന് പറയുക. അത് തന്നെയാണ് ഇവിടെയുള്ളത്. എ മെറ്റീരിയൽ ത്രോ വിച്ച് ഇലക്ട്രിക്കൽ കറൻറ്റ് ഫ്ലോസ് ഈസിലി. ഇലക്ട്രിക്കൽ കറൻറ്റിനെ ഈസി ആയിട്ട് കടത്തിവിടാൻ കഴിയുന്ന, കടന്നു പോകാൻ കഴിയുന്ന വസ്തുവിനെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജി മാത്രമല്ല, ഏതൊരു ഫോം ഓഫ് എനർജി ആണെങ്കിലും കണ്ടക്ടർ എന്നാണ് പറയുന്നത്. കണ്ടക്ടറിന് എക്സാമ്പിളായിട്ട് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് വയേഴ്സാണ്. നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൽ വയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി പോകുന്നത്. അതുകൊണ്ട് ഇവിടെ അതിനെ റെഫർ ചെയ്തിരിക്കുന്നത് വയർ തന്നെയാണ്. അടുത്തതാണ് ഗ്രിഡ്. ദ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് ഓപ്പറേറ്റഡ് ബൈ ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റീസ്. ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റീസിൽ എനർജിയുടെ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ്റെയും നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നതാണ് ഇൻസുലേറ്റർ. കണ്ടക്ടേഴ്സ് പോലെ തന്നെയാണ് ഇൻസുലേറ്റർ, പക്ഷേ കണ്ടക്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. എ മെറ്റീരിയൽ ദാറ്റ് opposes the flow of electrical current, the ceramic piece that hold the conductor to the transmission structure. അതായത് കണ്ടക്ടർ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് വിടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ഇൻസുലേറ്റർ ഇലക്ട്രിസിറ്റി അതിലേക്ക് എത്തപ്പെടാതെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ വയേഴ്സിലൂടെ വരുന്ന ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ആ ട്രാൻസ്മിഷൻ ലൈൻ വയേഴ്സിലൂടെ കടന്നു പോകുന്നത് ഓക്കെ, പക്ഷേ ആ സ്ട്രക്ചറെ ബാധിക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ്റെ സ്ട്രക്ചറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഒരു സെറാമിക് പീസ് ഉപയോഗിച്ചിട്ട് ആ എനർജിയെ അവിടെ ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നു. അതാണ് ഈ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ ഇൻസുലേറ്ററിനെ എക്സാമ്പിളായി പറഞ്ഞിരിക്കുന്നത് സെറാമിക് പീസസ് ആണ്. അടുത്തതാണ് കിലോ വോൾട്ട്. ഈ കിലോ വോൾട്ടും മെഗാവോൾട്ടും ഒക്കെ ഓരോന്നിൻ്റെ യൂണിറ്റ്സ് ആണ്. ഇവിടെ ഇപ്പോൾ കിലോ വാട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാൾട്ട് ചെയ്യുന്നതാണ്. അടുത്തത് മെഗാവാട്ട്. മെഗാവാട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പവറിൻ്റെ യൂണിറ്റ് ആണ്. അതിന് ഈക്വൽ ടു 1 മില്യൺ വാട്ട്സ് ആണ് മെഗാവാട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഒരേ സാധനം കണക്റ്റഡായി പോവുകയാണെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയും.
ഇപ്പോൾ ലൈനുകൾ ഒരുപാടെണ്ണം കണക്ട് ചെയ്യപ്പെട്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയും. കമ്പ്യൂട്ടേഴ്സ് കുറേ നാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നെറ്റ്വർക്ക് എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇവിടെയും എ സിസ്റ്റം ഓഫ് ഇൻ്റർ കണക്റ്റഡ് ലൈൻസ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ലൈൻസിൻ്റെയും ഈ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെയും ഇൻ്റർ കണക്ഷനെയാണ് ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് സബ്സ്റ്റേഷൻ. നമ്മൾ ആദ്യത്തെ ആ പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജനറേഷൻ പ്ലാന്റ് അവിടുത്തെ ട്രാൻസ്ഫോമറിൽ നിന്നും ട്രാൻസ്മിഷൻ ലൈനിലേക്ക് എത്തുന്നു. ഈ ട്രാൻസ്മിഷൻ ലൈനിൽ നിന്നുള്ള എനർജി നേരെ എത്തുന്നത് സബ്സ്റ്റേഷനിലേക്കാണ്. ഡിസ്ട്രിബ്യൂഷൻ വീടുകളിലേക്ക് എത്തുന്ന ഡിസ്ട്രിബ്യൂഷൻ ലൈന് തൊട്ട് മുമ്പാണ് ഈ സബ്സ്റ്റേഷൻ വരുന്നത്. ഇപ്പോൾ സബ്സ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. ചേഞ്ചസ് എനർജി ഫ്രം വൺ എമൗണ്ട് ഓഫ് വോൾട്ടേജ് ടു അനദർ. A high voltage transmission line will connect to a substation to move electricity into a low voltage distribution. അതായത് എനർജിയെ, ഇലക്ട്രിക്കൽ എനർജിയെ ഒരു വോൾട്ടേജിൽ നിന്നും വേറൊരു വോൾട്ടേജിലേക്ക് മാറ്റുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റേഷനിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജിൽ വരുന്ന ഇലക്ട്രിക്കൽ എനർജിയെ ലോ വോൾട്ടേജിലേക്ക് മാറ്റുന്നു. ഇതാണ് സബ്സ്റ്റേഷനിൽ നടക്കുന്നത്, അല്ലെങ്കിൽ സബ്സ്റ്റേഷനിൽ ചെയ്യപ്പെടുന്ന വർക്ക്. അടുത്തതാണ് സ്വിച്ച് ഗിയർ എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആ ട്രാൻസ്മിഷൻ ലൈനിലെ ഓരോ സ്ട്രക്ചേഴ്സിൽ വരുന്ന ഒരു വാക്കാണ് സ്വിച്ച് ഗിയർ. ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് we knew several switches used for opening and closing electrical circuits, especially those that pass high current. അതായത് വലിയ രീതിയിലുള്ള വോൾട്ടേജിലുള്ള കറൻറ്റൊക്കെ പാസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റിയൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നതിനും അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് സ്വിച്ചസ് ഉണ്ട്. അങ്ങനെ വരുന്ന ആ സ്വിച്ചസിന് പറയുന്ന പേരാണ് സ്വിച്ച് ഗിയർ. മെയിനായിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സർവേ സ്റ്റുഡൻറ്റിൻ്റെ ബേസിൽ നോക്കുമ്പോൾ സർവേസാണ് നമുക്ക് കൂടുതലും ഈ ചാപ്റ്ററിൽ വരേണ്ടത്. പക്ഷേ സർവേ വളരെ കുറവാണ്. അപ്പോൾ സർവേൻ്റെ 2-3 പോയിൻ്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിൽ ടൈപ്പും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വിച്ച് ഗിയറൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നത്. സ്വിച്ച് ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അത് പാസ് ചെയ്യിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്നതിനോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സ്വിച്ച് ഗിയർ എന്ന് പറയുന്നത്. അടുത്തത് സ്വിച്ചിങ് സ്റ്റേഷനാണ്. അതെന്താണെന്ന് നോക്കാം. ഫെസിലിറ്റി എക്യുപ്മെൻറ്റ് യൂസ്ഡ് ടു ടൈ ടുഗദർ 2 or more ഇലക്ട്രിക്കൽ സർക്യൂട്ട് ത്രൂ സ്വിച്ചസ്. അതായത് സ്വിച്ചസ് ഉപയോഗിച്ചിട്ട് 2 അതിൽ കൂടുതലോ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിനെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ് സ്വിച്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് നമുക്ക്. അടുത്തതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ എന്താണെന്ന് നോക്കാം. ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസ് ഫോർ ട്രാൻസ്ഫോമിങ് എനർജി ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ ഓഫ് ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽ ആസ് ഇൻ AC സിസ്റ്റം. അതായത് AC സിസ്റ്റം പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് കറണ്ട് സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് വോൾട്ടേജിലുള്ള ഒരു ഇലക്ട്രിസിറ്റി വരികയാണെങ്കിൽ ഒരു എനർജിയെ ഒരു ഡിവൈസിൽ നിന്നും വേറൊരു സർക്യൂട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ എപ്പോഴും ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു സർക്യൂട്ടിലേക്ക് കടത്തിവിടുന്നു. ഡിഫറെൻറ്റ് വോൾട്ടേജിൽ വരുന്ന എനർജിയെ ഒരു സർക്യൂട്ടിൽ നിന്നും വേറൊരു സർക്യൂട്ടിലേക്ക് കടത്തിവിടുന്നതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്മിഷൻ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെയാണ് ട്രാൻസ്മിഷൻ ലൈൻ സർവേ. ട്രാൻസ്മിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രസരണം, കടത്തിവിടുക, ഒന്നില്ലെങ്കിൽ അതിനെ മറ്റൊന്നിലേക്ക് കടത്തിവിടുക എന്നുള്ളത് തന്നെയാണ് ട്രാൻസ്മിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. കറക്റ്റ് മലയാളം പറയുക പ്രസരണം എന്ന് നമ്മൾ പറയും. ട്രാൻസ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഇൻ്റർകണക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ലൈൻസ് ആൻഡ് അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ് ഫോർ ദി മൂവ്മെൻറ്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഓഫ് സപ്ലൈ. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ട്രാൻസ്മിഷൻ ലൈൻസ് ഉപയോഗിച്ചിട്ടോ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയോ ആണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രാൻസ്മിഷൻ വഴി ആ ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ എത്തിക്കുന്നത് കസ്റ്റമേഴ്സിലേക്കാണ്. അതായത് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ലൈൻ സർവേയിൽ നമ്മളിവിടെ ഇലക്ട്രിക്കൽ എനർജി ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ലൈൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെൻറ്റിൻ്റെയോ സഹായത്തോടു കൂടി
ആ ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രാൻസ്മിഷൻ വഴി ആ എനർജി ചെന്നെത്തുന്നത് കസ്റ്റമേഴ്സിലേക്കാണ്. അടുത്തതാണ് ട്രാൻസ്മിഷൻ സ്ട്രക്ചർ. ഈ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കടത്തിവിടുന്നതാണെന്ന് പറഞ്ഞു. ആ എനർജി കടത്തിവിടുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് ട്രാൻസ്മിഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പോൾസ് ആർ ടവേഴ്സ് ദാറ്റ് സപ്പോർട്ട് ദ കണ്ടക്ടേഴ്സ് ആൻഡ് സെപ്പറേറ്റ് ദ ഓവർഹെഡ് വയേഴ്സ്. അതായത് നമ്മുടെ വീടുകളിലേക്ക് കറണ്ട് എത്തുമ്പോൾ അതൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമായി മാറുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മുടെ വീടുകളിലേക്ക് കറണ്ട് എത്തുന്നത് പോസ്റ്റിലൂടെയാണ്. അതിലുള്ള പോസ്റ്റ്, പോള്, അതൊക്കെയാണ് ഈ പോളിൽ വരുന്നത്. ടവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെൽ ടവർ പോലെ അല്ലെങ്കിൽ ആദ്യം കാണിച്ചു തന്ന ആ പിക്ക് പോലെയുള്ള വലിയ സ്ട്രക്ചറാണ് ഈ ടവേഴ്സിൽ വരുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സും അതുപോലെ തന്നെ ഓവർഹെഡ് വയേഴ്സും ഒക്കെ ആയിട്ട് ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോള് പോലെ ടവേഴ്സ് പോലെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ട്രാൻസ്മിഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തതാണ് വോൾട്ട്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെയും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെയും യൂണിറ്റാണ്. അതായത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റാണ് വോൾട്ട് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്രത്തോളം നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യൂണിറ്റ് എന്തിൻ്റെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നില്ല. അടുത്തതാണ് വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടൈപ്പ് ഓഫ് പ്രഷർ ദാറ്റ് ഡ്രൈവ്സ് ഇലക്ട്രിക്കൽ ചാർജസ് ത്രൂ എ സർക്യൂട്ട്. ഹയർ വോൾട്ടേജ് ലൈൻ ജനറലി ക്യാരി പവർ ഓവർ ലോങ്ങർ ഡിസ്റ്റൻസ്. അതായത് നമുക്കറിയാം ഇലക്ട്രിക്കൽ ചാർജിൻ്റെ ഒരു പ്രഷറിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് ഹൈ പ്രഷറിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലൈനിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ആ പ്രഷർ കൂടിയ ആ വോൾട്ടേജിൻ്റെ ആ ലൈന് നല്ല ഹൈറ്റിലായിരിക്കും നമ്മൾ ചെയ്യുക. നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന കറണ്ടിന് കമ്പാരിറ്റീവ്ലി ഒരു ട്രാൻസ്മിഷൻ, മുമ്പ് കണ്ട ആ പിക്കിലുള്ള പോലെ വലിയ ടവേഴ്സിലൂടെ പോകുന്ന ആ ട്രാൻസ്മിഷൻ ലൈനിലുള്ള അത്ര വോൾട്ടേജ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന വൈദ്യുത പോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനിനില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്റുകളൊക്കെ താരതമ്യേന ഹൈറ്റ് കുറവാണ്. നമ്മളെക്കാൾ ഹൈറ്റ് കൂടുതലാണ്. അത്രത്തോളം ഹൈറ്റിലാണ് കമ്പാരിറ്റീവ്ലി അതിൻ്റെ ഹൈറ്റെങ്കിലും ഹൈ വോൾട്ടേജിലാവുന്ന സമയത്ത് ആ പോസ്റ്റിനേക്കാളും എത്രയോ മടങ്ങ് ഹൈറ്റിലായിരിക്കും നമ്മൾ അത് കൊണ്ടുപോകുന്ന ട്രാൻസ്മിഷൻ ലൈന് വെക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ചാർജിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് ആവുന്ന സമയത്ത് നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അതിനനുസരിച്ച് നല്ല ഹൈറ്റിൽ മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഏതൊരു സ്ട്രക്ചറിനെയും ആളുകളെയും ബുദ്ധിമുട്ടാകാത്ത രീതിയിലാണ് നമ്മൾ അത്രത്തോളം ഹൈറ്റിലാണ് അത് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്നതാണ് റൈറ്റ് ഓഫ് വേ. റൈറ്റ് ഓഫ് വേ എന്ന് പറയുമ്പോൾ ഇവിടെ റൈറ്റ് ഓഫ് വേ പറയാൻ കാരണം, റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവകാശം അല്ലെങ്കിൽ നമ്മുടെ ഒരു റൈറ്റാണ്. അതെങ്ങനെ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഡെഫിനേഷനിലേക്ക് പോകാം. ദ പ്രിവിലേജ് ഗ്രാൻഡിങ് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ദ ലീഗൽ right of passage over land which that person does not own. The right of way for a transmission corridor includes land set aside for the transmission line and associated facilities needed to facilitate maintenance and to avoid risk of fires and other accidents. It provides a safety margin between the high voltage line and the surrounding structures and vegetation. റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു പേഴ്സണിനോ ആ ലാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവകാശമാണ്. ആ ലാൻഡ് ഒരിക്കലും ആ ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെയോ സ്വന്തമല്ല. പക്ഷേ അയാൾക്ക് മാത്രമേ ആ ഒരു സ്ഥലത്ത് കയറാനുള്ള അവകാശമുള്ളൂ. അതാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനോ ഒരു പേഴ്സണോ മാത്രമേ ആ ഒരു സ്ഥലത്തേക്ക് കയറാൻ അവകാശമുള്ളൂ എന്ന് കാണിക്കുന്നതാണ് ഇവിടെ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഈ ട്രാൻസ്മിഷൻ ലൈനിലും ട്രാൻസ്മിഷൻ സ്ട്രക്ചറിലും ഈ റൈറ്റ് ഓഫ് വേ എന്നുള്ള കാര്യം വരാൻ കാരണം, ഈ റൈറ്റ് ഓഫ് വേ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിലൂടെ ഒരുപാട് ഹൈ വോൾട്ടേജിലുള്ള കറൻറ്റാണ് പാസ് ചെയ്തു പോകുന്നത്. അതേപോലെ തന്നെ ഒരു ട്രാൻസ്മിഷൻ സ്ട്രക്ചറിൽ വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസും അതിൻ്റെ ബിൽഡിങ്സും അതിൻ്റെ ട്രാൻസ്ഫോം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതാണ് അസോസിയേറ്റഡ് ഫെസിലിറ്റീസ് എന്നുള്ള വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്താണെങ്കിലും അതിൻ്റെ വർക്കിംഗ് സമയത്താണെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് സമയത്താണെങ്കിലൊക്കെ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഹൈ വോൾട്ടേജിലുള്ള കറണ്ടാണ് പോകുന്നത്. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുകയാണെങ്കിൽ അയാൾക്ക് അറിയില്ല അതെന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആക്സിഡൻസും ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ആളുകൾക്കോ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പാടുകയുള്ളൂ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ റൈറ്റ് ആണ് ഈ റൈറ്റ് ഓഫ് വേ, അല്ലെങ്കിൽ പ്രിവിലേജ് ആണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ഈ റൈറ്റ് ഓഫ് വേ കാരണം ആണ് നമുക്ക് അവിടെ മാക്സിമം ആക്സിഡൻസ്, ഈ ഹൈ വോൾട്ടേജ് പോകുമ്പോഴും മാക്സിമം ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കി സറൗണ്ടിങ് സ്ട്രക്ചറിനും അതുപോലത്തെ അവിടുത്തെ വെജിറ്റേഷനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് കൂടെ ഈ റൈറ്റ് ഓഫ് വേ കൊണ്ട് മീൻ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഓഡിബിൾ നോയ്സ് എന്ന് പറയുന്നത്. ഓഡിബിൾ നോയ്സിൽ ഇവിടെ മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോയ്സസ് ദാറ്റ് ക്യാൻ ബി ഹിയർഡ് കമ്മിങ് ഫ്രം എക്യുപ്മെൻറ്റ്, അതായത് ഒരു എക്യുപ്മെൻറ്റിൽ നിന്നും നമുക്ക് കേൾക്കുന്ന രീതിയിൽ വരുന്ന നോയ്സാണ് ഓഡിബിൾ നോയ്സ് എന്ന് പറയുന്നത്. ദ മെഷർ ഓഫ് ദ നോയ്സ് എമിറ്റിംഗ് ഫ്രം എക്യുപ്മെൻറ്റ് ഇൻ ഓഡിബിൾ ഫ്രീക്വൻസീസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ഇൻ ഡെസിബിൾ. അതായത് ഒരു എക്യുപ്മെൻറ്റിൽ, ഏത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റാണ് ഇവിടെ മീൻ ചെയ്യുന്നത്, ഒരു എക്യുപ്മെൻറ്റിൽ നിന്നും നമുക്ക് കേൾക്കുന്ന രീതിയിൽ ഉണ്ടാവുന്ന ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു നോയ്സ്, അതാണ് ഓഡിബിൾ നോയ്സ് എന്നുകൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ഒരു എക്യുപ്മെൻറ്റിൽ നിന്നും ഇതുപോലെ പുറന്തള്ളപ്പെടുന്ന ഒരു ഓഡിബിൾ നോയ്സിനെ നമ്മൾ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെസിബിൾസിലാണ്. അതതിൻ്റെ യൂണിറ്റ് പോലെ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ പോലെയാണ്, ഡെസിബിൾസിലാണ്. അടുത്തതാണ് ലാറ്റിസ് ടവർ എന്ന് പറയുന്നത്. എ ഫ്രീ സ്റ്റാൻഡിങ് സ്റ്റീൽ ഫ്രെയിം വർക്ക് ടവർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇലക്ട്രിക്കൽ പവർ ലൈൻ കാരിയർ, എ റേഡിയോ ടവർ ഓർ ആൻ ഒബ്സർവേഷൻ ടവർ. ലാറ്റിസ് ടവർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രക്ചറാണ്, ഒരു വെർട്ടിക്കൽ പോൾ പോലെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്ലാഗ് പോസ്റ്റ് പോലെയൊക്കെ നല്ല ഹൈറ്റിൽ നിൽക്കുന്ന, പക്ഷെ അത്രത്തോളം തിന്നായിരിക്കില്ല, കുറച്ചും കൂടെ ഡയയിൽ നല്ല വെർട്ടിക്കലായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പോളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലാറ്റിസ് ടവർ എന്ന് പറയുന്നത്. അതാണ് ഫ്രീ സ്റ്റാൻഡിങ് സ്റ്റീൽ ഫ്രെയിമിലുള്ള ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ടവറാണ്. ഈ ടവറിൽ ഫ്രീ സ്റ്റാൻഡിങ് സ്റ്റീൽ ഫ്രെയിം വർക്ക് ലാറ്റിസ് ടവർ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് പറഞ്ഞ് തെറ്റിപ്പോയി. ലാറ്റിസ് ടവർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട ആ പിക്ചറിൽ കണ്ട ഒരു ഫിഗർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ പോലെ തന്നെ സ്റ്റീൽ ഫ്രെയിം കൊണ്ടുള്ള ഒരു ടവറാണ്. നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന ഈ സെൽ ടവർ പോലെയൊക്കെയുള്ള അതേ ഒരു സ്ട്രക്ചറിലുള്ള ഫോം ഓഫ് സ്റ്റീൽ ഫ്രെയിമിലുള്ള ഒരു ഫ്രീ സ്റ്റാൻഡിങ്, അത് ഒറ്റയ്ക്ക് ഉണ്ടാവുക, അങ്ങനെയുള്ള സ്ട്രക്ചറാണ് ഈ ലാറ്റിസ് ടവർ എന്ന് പറയുന്നത്. ഈ ലാറ്റിസ് ടവറിൽ കൂടുതലായിട്ടും ഇലക്ട്രിക്കൽ പവർ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ചില കേസസിൽ അവിടെ അത് റേഡിയോ ടവറായിട്ടും അല്ലെങ്കിൽ ഒബ്സർവേഷൻ ടവറായിട്ടും ഒക്കെ യൂസ് ചെയ്യും. റേഡിയോ ടവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെൽ ടവർ ഒരു റേഡിയോ ടവറാണ്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ ടവേഴ്സ്, ഈ വലിയ ഈ ഹിൽ സൈഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഒബ്സർവേഷൻ ടവേഴ്സ്, അങ്ങനെയുള്ള സ്റ്റീൽ ഫ്രെയിം വർക്കുള്ള ടവേഴ്സാണ് ഈ ലാറ്റിസ് ടവറിൽ പറയുന്നത്. ഞാൻ ലാറ്റിസ് ടവറിൽ തെറ്റായി പറഞ്ഞ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്, മോണോപോൾ. ഈ മോണോപോളാണ് ഞാൻ തെറ്റി പറഞ്ഞത്. മോണോപോൾ എന്ന് പറഞ്ഞാലാണ് ഒരു സിംഗിൾ വെർട്ടിക്കൽ പോൾ, ഒരു ഫ്ലാഗ് പോസ്റ്റ് പോലെ എന്നാൽ കൂടുതൽ ഡയമീറ്ററിൽ നമ്മൾ കാണുന്ന ഒരു സിംഗിൾ വെർട്ടിക്കൽ പോളാണ്. സിംഗിൾ സെൽഫ് സപ്പോർട്ടിംഗ് ആണ്, ഒരു വെർട്ടിക്കൽ പോളാണ്. അതിൽ പ്രത്യേകിച്ച് ആങ്കർ വയേഴ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു വെർട്ടിക്കൽ പോളായിരിക്കും. ചില കണക്ഷൻസ് മാത്രമേ അതിൽ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതിനാണ് മോണോപോൾ എന്ന് പറയുന്നത്. ഈ മോണോപോൾ എന്ന് പറയുന്നത് മെറ്റലിലോ അല്ലെങ്കിൽ വുഡൺ കൊണ്ടോ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്ട്രക്ചറാണ്, ഒരു തൂണ് പോലെ നിൽക്കുന്ന ഒരു സിംഗിൾ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ആ സ്ട്രക്ചർ അവിടെ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല ആഴത്തിലുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ അതിന് കൊടുക്കണം. ആ നല്ല ആഴത്തിൽ അതിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ ബേസിസിൽ അത്രത്തോളം ആഴത്തിൽ, അത്രത്തോളം ആ ഹൈറ്റിലുള്ള ആഴം എന്നല്ല, ആ ഹൈറ്റിന് വേണ്ടത്ര ആഴത്തിലുള്ള ഫൗണ്ടേഷൻ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മോണോപോള് അവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്, അതായത് ബേസിക് ടേംസിൽ നമുക്ക് നോക്കാനുള്ളത്. താങ്ക് യു.